ഹായ് ഹായ് നമ്മൾ ഇന്ന് മുന്തിരി കൊണ്ട് വൈൻ ഉണ്ടാക്കാൻ. അതെ, ഞങ്ങളപ്പം ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പൊ ക്രിസ്മസിന് ഇനിയുണ്ട് 10-25 ദിവസം ഇനിയുണ്ട്. അപ്പം അപ്പോഴേക്കും നമ്മുടെ വൈൻ ഇന്ന് ഉണ്ടാക്കി വെച്ചാൽ അപ്പോഴേക്കും റെഡിയാകും. 21 ദിവസം കൊണ്ടാണ് ഒരു വൈൻ റെഡി ആകുന്നത്. അപ്പൊ നമ്മള് മുന്തിരിങ്ങ അങ്ങനെ 2 കിലോ മുന്തിരിങ്ങ മേടിച്ചിട്ടുണ്ട്. അതിനുള്ള വൈൻ ഉണ്ടാക്കാൻ പോയി. പിന്നെ നമ്മള് ക്രിസ്മസിന് വൈൻ മേടിക്കും. നമ്മൾ വീട്ടിൽ വൈൻ തന്നെ ഉണ്ടാക്കിയാൽ നമുക്ക് ക്രിസ്മസിന് എടുക്കാവുന്നതാണ്. അതെ, അപ്പൊ ഇപ്പൊ വേണ്ടതെന്ന് വെച്ചാൽ എല്ലാം നല്ല വൃത്തിയുള്ള പാത്രങ്ങളാണെങ്കിലും മുന്തിരി ആണെങ്കിലും എല്ലാം വെള്ളം നനവില്ലാതെ നല്ല വൃത്തിയായിട്ട് ഇരിക്കണം. അപ്പം ഇതെന്താ, ഇതുപോലൊരു സ്റ്റീലിന്റെ പാത്രമാണ് എടുക്കുന്നത് വൈൻ ഉണ്ടാക്കി വെക്കാൻ. അത് നല്ല കഴുകി നല്ല വെയിലത്ത് വെച്ച് ഈർപ്പൊന്നും ഇല്ലാത്ത നല്ല വൃത്തിയുള്ളൊരു പാത്രമാണ്. ഒട്ടും ഈർപ്പം കാണരുത്. പിന്നെ ഈസ്റ്റ്, പിന്നെ ഇതിൽ വേണ്ട ഈസ്റ്റ് നമ്മുടെ സാധാ ഈസ്റ്റാ. ഇൻസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് നേരെ അങ്ങ് അപ്ലൈ ചെയ്യാം. ഇതാകുമ്പം ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കി മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ഇപ്പം 2 കിലോ മുന്തിരി വാങ്ങിച്ച് നല്ല ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് അരമണിക്കൂർ മുക്കി വെച്ച് പിന്നെ നല്ല കഴുകിയെടുത്ത് വെള്ളം തോർത്തിട്ട് ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഫാൻ ഇട്ട് അതിൻ്റെ കീഴിൽ നല്ല വൃത്തിയായിട്ട് നിരത്തി വെച്ചിരിക്കുക. കുറച്ച് നേരം ഫാൻ ഇട്ട് കൊടുത്ത് 1 മണിക്കൂർ ഫാൻ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ച് ഓരോന്ന് തുടച്ചിടിക്കുകയാണ് ചെയ്തത്. വെള്ളം ഒട്ടും പാടില്ല. പിന്നെ അപ്പോഴേക്കിനും നമ്മൾ അടുപ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് അത് നല്ല ഇതുപോലെ വെട്ടി തിളച്ച് നല്ല തണുക്കണം. പിന്നെ താണ്ടോ ടിഷ്യൂ പേപ്പർ വെച്ച് ഓരോ മുന്തിരി ഈർപ്പമില്ലാതെ തുടച്ചെടുക്കണം. ഈർപ്പം നിന്നാൽ പൂത്തു പോവും. പിന്നെ ആ വെള്ളം കൂടെ തണുപ്പിക്കാൻ വെച്ച്. അപ്പം ഇത്രയാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അളവെന്ന് പറയുമ്പോൾ 2 കിലോ മുന്തിരി നല്ല ഉപ്പൊക്കെ ഇട്ട് കഴുകി നിരത്തി ഉണക്കിയെന്ന് വെച്ചാൽ ഈർപ്പം ഒട്ടും ഇല്ലാതെ ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ച് നന്നായിട്ട് തുടച്ചെടുത്ത 2 കിലോ മുന്തിരിയാണ്. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഗോതമ്പ് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. വീര്യം കിട്ടാൻ വേണ്ടി നമ്മൾ ഗോതമ്പ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് ഗ്രാമ്പു, പിന്നെ ഇത് കറുവപ്പട്ട, പിന്നെ വെള്ളം എന്ന് പറയുമ്പോൾ പിന്നെ ചൂടുവെള്ളം നല്ല വെട്ടി തിളപ്പിച്ച് തണുത്ത വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ. അതുപോലെ തന്നെ പഞ്ചസാര ഇതെന്ന് പറഞ്ഞാൽ 1.5 കിലോ പഞ്ചസാരയുണ്ട്. ഇപ്പോൾ 1 കിലോ മുന്തിരിക്ക് 3/4 കിലോ പഞ്ചസാര എന്ന രീതിയിലാണ് അളവ്. ഇപ്പോൾ 2 കിലോ ഉണ്ട്. അപ്പോൾ നമ്മൾ 1.5 കിലോ പഞ്ചസാര, ഗ്രാമ്പു, പട്ട, ഈസ്റ്റ്, വീര്യം കൂട്ടാൻ വേണ്ടി കുറച്ച് ഗോതമ്പ്, പിന്നെ വെള്ളത്തിന് അളവെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുന്തിരി പാത്രത്തിൽ ഇടുമ്പോൾ മുന്തിരി നമുക്ക് ഇങ്ങനെ കിടക്കണം. അതാണ് വെള്ളത്തിന്റെ അളവ്. പിന്നെ 2 കരണ്ടി എന്തിനാ? കലക്കാൻ. ഇപ്പൊ തുടങ്ങാം. അപ്പൊ ആദ്യം ഈസ്റ്റ് എന്ന് പറയാം. ഈസ്റ്റ് ഒന്ന് കലക്കി വെക്കാം. ഇതെന്ന് പറയുമ്പോൾ 1 കിലോയ്ക്കാണെങ്കിൽ നമ്മൾ 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് അളവ്. അപ്പോൾ 2 കിലോ അല്ലേ, അപ്പോൾ 2 കിലോ ആകുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ എടുക്കണം. ഇത് ടീസ്പൂണല്ല, കുറച്ചുകൂടെ വലിയ സ്പൂണാണ്. ഇത്രയും മതിയാവും. അപ്പോൾ ഇത് നമുക്ക് ചൂടുവെള്ളത്തിൽ തിളപ്പിച്ചാറിയ വെള്ളം ഇവിടെ ഇരിപ്പുണ്ടല്ലേ, അപ്പം ഇതിൽ ഈസ്റ്റ് ഒന്ന് കലക്കാം. അവിടെ കൈ മാറ്റോ കേട്ടോ. ഇപ്പം ഈസ്റ്റ് ഒന്ന് കലക്കാൻ നമുക്ക് വാക്കുട്ടൻ്റെ കൊടുക്കാം. വാക്കുട്ടൻ പിടങ്ങി ഇരിക്കാം. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യം ചെയ്യാം. ഇപ്പം അളവ് ഒന്നുകൂടെ പറയാം. 2 കിലോ മുന്തിരിക്ക് 1.5 കിലോ പഞ്ചസാര, 1 കിലോയ്ക്കാണെങ്കിൽ 3/4 കിലോ പഞ്ചസാര. പിന്നെ ഈസ്റ്റ് ആണെങ്കിൽ നമുക്ക് 1 കിലോയ്ക്കാണെങ്കിൽ 1/2 ടീസ്പൂൺ ഈസ്റ്റ്. പിന്നെ ഗോതമ്പ് 1 കിലോയ്ക്ക് വലിയൊരു പിടി ഗോതമ്പ്. 2 കിലോ ആണെങ്കിൽ നമ്മൾ 2 പിടി ഗോതമ്പ്. പിന്നെ ഗ്രാമ്പ് കണക്ക് തന്നെ, ഗ്രാമ്പ് ഇന്ന് അളവൊന്നുമില്ല കേട്ടോ, കുറച്ചങ്ങ് പറക്കിയിട്ട്. പിന്നെ കറുവപ്പട്ട, പിന്നെ നമ്മൾ നല്ല വെട്ടി തിളപ്പിച്ച് ചൂടാറിയ വെള്ളം അല്ലേ. അപ്പോഴേക്കും നമുക്ക് ഈസ്റ്റ് ഇൻസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് കലക്കണ്ട. അപ്പോൾ ഇൻസ്റ്റൻ്റ് അല്ലാത്തതാണ് കലക്കുന്നത്. നമ്മൾ വാവക്കുട്ടനെ ഏൽപ്പിച്ചിരിക്കുക. തുടങ്ങാം. ആദ്യം നമുക്ക് എല്ലാം കുറച്ച് ഇട്ട് കൊടുക്കാം. അടുത്തോട്ട് വാച്ച് മുന്തിരിയൊക്കെ നല്ല ഉപ്പ് വെള്ളത്തിൽ കഴുകി ഈർപ്പം പോയ ടിഷ്യൂ പേപ്പർ ഇരിപ്പുണ്ട്. ഇവരെ സ്കൂളിലായിരുന്നു. അപ്പോൾ സ്കൂളിൽ നിന്ന് വന്ന വഴിക്കാണ് സ്കൂളിൽ നിന്ന് വരുന്നതിന് മുന്നേ ഞാൻ അതൊക്കെ ചെയ്ത് വെച്ച്. അല്ലെ പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ വാക്കൂട്ടം ഭയങ്കര അലമ്പാ. പിന്നെ നമുക്ക് ഉണ്ടാക്കിയാൽ മതിയായിരുന്നല്ലേ.
ഇനി അങ്ങനല്ല കളഞ്ഞ ചിച്ചി പഞ്ചസാര ഇട്ട് കൊടുക്കാം നമുക്ക്. ആ പഴുത്ത കളഞ്ഞു അതൊന്നും ഇടല്ലേ, മുന്തിരി മാത്രം ഇട്ടാൽ മതി. രണ്ട് മാറ്റി ഇനി കുറേശ്ശെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പോൾ ഉടച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പെട്ടെന്ന് കണക്കുന്ന പെട്ടത് ഇപ്പോൾ ഉടച്ചില്ലാലും പ്രശ്നമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇളക്കുമ്പം ഉടഞ്ഞോളൂ. അത് എന്നാലും നമുക്കൊന്ന് ഉടച്ചിട്ട് കൊടുക്കുമ്പോഴേ പെട്ടെന്ന് റെഡിയായി കിട്ടും. നമുക്ക് നല്ലോണം ഉടയ്ക്കാം. നല്ല കലക്കും. വെട്ടം അറിയാതെ മുളച്ച് കൊടുക്കാം. ഇപ്പോൾ അമ്മ എടുത്തോട്ട് വന്നില്ലേ? ചിലരൊക്കെയാണെങ്കിൽ പഞ്ചസാര 2 കിലോ മുന്തിരിക്ക് 1 കിലോ പഞ്ചസാരയൊക്കെ എടുത്തോളൂ കേട്ടോ. ഇതിപ്പം മധുരം വെച്ചിട്ട് ഞാൻ കൂട്ടിയും കിട്ടിയത്. മുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് 1 കിലോ ഒക്കെ വെച്ച്. പക്ഷേ അന്ന് സക്സസ് ആയി. അതുകൊണ്ടാണ് ധൈര്യത്തിൽ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് അടുത്ത ലെയർ ഇട്ട് കൊടുക്കാം. അവിടെ അമ്മയെടുത്ത് നിൽക്കും. നല്ല കാണാം. നിങ്ങൾ അമ്മയെടുത്ത് നിൽക്കും. അമ്മ എടുത്തോട്ട് കൊടുക്കും. ഇടിച്ചു പഞ്ചസാര ഇട്ട് കളയല്ലേ, മൊത്തവും കിട്ടും. ഇനി നമുക്കിന്ന് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. നല്ല ചുമന്ന കളറായിട്ടുണ്ട്. താഴേക്ക് വെള്ളമൊക്കെ മുന്തിരിയുടെ വെള്ളമൊക്കെ നിൽക്കുവാണ്. ഇത് ഇങ്ങനെ ആദ്യമേ ഇളക്കണമെന്നില്ല. പിന്നെ നമ്മളിത് 21 ദിവസം റെഡി ആവാനുള്ള സമയം എന്ന് പറയുന്നത്. അപ്പം 21 ദിവസം ആകുമ്പോൾ നമ്മളിത് ഒന്നിക്കൊന്നിനാണോ 21 ദിവസം ആവുന്ന വരെ ഒന്നിക്കൊന്നിനാണോ നമ്മളിത് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോഴേക്കും 21 ദിവസം ആകുമ്പോഴേക്കും നല്ല അടിപൊളി സെറ്റ് വൈന. കൈയിട്ടൂടാ മതി. ഇനി കൈയിടല്ലേ, വായിലിട്ട് കിട്ട. ഇത് കൈയിടല്ലേ, നനവ് വന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ ചീത്തയായി പോകും. ഞാനേ ഇതാണ്ട് മുന്തിരിയിലെ വെള്ളമൊക്കെ ഇറങ്ങി നല്ലപോലെ ആയിട്ടുണ്ട്. പെട്ടെന്ന് മുറിഞ്ഞേക്കാം. നമ്മുടെ പട്ട ഇട്ടോട്ടോ. ഇയാൾ കൈയൊക്കെ വൃത്തിയുണ്ടോ? ഗ്രാമ്പു. കൊച്ചു പിള്ളേരൊക്കെ പരമാവധി അടുപ്പിക്കാത്തതാണ് നല്ലത്. ഇവളുമാർ സ്കൂളിൽ നിന്ന് വരുന്നതിന് മുന്നേ ചെയ്യാമെന്ന് വിചാരിച്ചാ. പക്ഷെ വീഡിയോഗ്രാഫർ സ്കൂളിൽ നിന്ന് വരണ്ടേ. ഇനി ഗോതമ്പ് ഓപ്ഷണലാട്ടോ, വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. വേണമെന്നില്ല. പക്ഷേ ഗോതമ്പ് ഇടുമ്പോഴേ നമുക്കൊരു വീര്യം കിട്ടും. നമ്മുടെ ഈ റമ്മും ബിയറും ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നല്ല വീര്യം കിട്ടും. അത് മതി, ഗോതമ്പ് മതി കേട്ടോ. പിന്നെ നമ്മുടെ ഈസ്റ്റ് ലാസ്റ്റ് നമുക്ക് ഈസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. 21ാമത്തെ ദിവസം ആകുമ്പോൾ വാക്കുട്ടനെ ഞാൻ വിളിക്കാം. അന്നേരം വന്നത്. അതിന് ശേഷം അതിന് മുന്നേ ഇതിൻ്റെ പരിസരത്ത് കണ്ടുപോലോ. ഓക്കെ. അപ്പം ഈസ്റ്റും നമ്മുടെ പട്ടയും ഗ്രാമ്പും ഇതെല്ലാം കൂടി ഇട്ട് നല്ല ഒത്തിക്ക് ഇളക്കി കൊടുത്ത് ഇനിയാണ് നമുക്ക് ചൂടുവെള്ളം ഇതിങ്ങനെ നെവിക്കുന്ന അളവ്. ഇപ്പം നിറഞ്ഞു പോയില്ലേ, കാരണം കേട്ടോ, നിറഞ്ഞു പോയാലേ ഇത് ഈസ്റ്റൊക്കെ ഒഴിച്ചിരിക്കുന്നതല്ലേ, വീര്യം കൂടുമ്പം പൊങ്ങി വരും. അപ്പം ഇത്രയും വെള്ളവും കൂടെ ഒഴിച്ച് കലക്കി അങ്ങ് വെക്കാം.
ഇത്രയുള്ള കാര്യം. വൈൻ ഉണ്ടാക്കുമ്പോൾ പ്രധാന ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ഈ പാത്രം എല്ലാം നല്ല ഉണങ്ങി വൃത്തിയായിട്ടിരിക്കണം. അതുപോലെ തന്നെ മുന്തിരിക്കാൻ നല്ല കഴുകി വൃത്തിയാക്കി ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് തുടച്ച് ഏത് സാധനം എടുത്താലും അതിന് നനവ് പാടില്ല. നനവില്ലെങ്കിൽ നമുക്കത് വർഷാവർഷങ്ങളോളം ഇരിക്കും, നശിക്കത്തില്ല. പിന്നെ സ്റ്റീൽ പാത്രത്തിൽ ചെയ്യാം കേട്ടോ. പിന്നെ കൂടുതൽ നല്ലത് പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ ചെയ്യാം. നമ്മുടെ ഫുഡിനായിട്ട് ഉപയോഗിക്കുന്ന കുറഞ്ഞ പ്ലാസ്റ്റിക്, നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, അതിൽ ചെയ്യാം. പിന്നെ സ്റ്റീൽ പാത്രത്തിൽ ചെയ്യാം. ഏറ്റവും നല്ലത് ഭരണി ചെയ്യുന്നതാണ്. അടുത്ത വർഷം ഞാൻ ഭരണി വാങ്ങിച്ച് അതിലിടാം കേട്ടോ. തവണ എനിക്ക് ഇതേ ഉള്ളു പാത്രം. ഇപ്പം ഇതെല്ലാം നല്ല ഇളക്കി ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു കൊടുക്കാം. അടച്ചു കൊടുക്കണം എന്താ വെച്ചാൽ ഒട്ടും എയർ അകത്തോട്ട് കയറില്ല. അതിനുവേണ്ടി ആദ്യം ചെയ്തത് ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തതിൻ്റെ മേളിൽ വെച്ചിട്ടാണ് നമ്മുടെ അടപ്പെടുത്ത് അടച്ചു കൊടുത്തത്. അപ്പോൾ ഒട്ടും എയർ കയറത്തില്ല. അതിനുശേഷം ഞാൻ എൻ്റെ ഒരു വെള്ള ഷാളെടുത്ത് നല്ലപോലെ മൂടി നല്ല കെട്ടി വെച്ച്, പിന്നെ നമ്മളിത് 21ാമത്തെ ദിവസമേ റെഡി ആവത്തുള്ളൂ. അപ്പോൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇത് ഊരി നല്ല ഉണങ്ങിയ കരണ്ടി കൊണ്ട് തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കും. ഒന്ന് ഇളക്കി ഉടച്ചു കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ അടച്ചു വെക്കണം. അപ്പോഴേക്കും 21ാമത്തെ ദിവസം ആകുമ്പം വൈനാവും. എന്തായാലും നമ്മുടെ ക്രിസ്മസിന് ഇത്തവണ ഞങ്ങൾ അടിച്ച് പൊളിക്കും. ഇപ്പോൾ ക്രിസ്മസിന് ഇത്തവണ ഹോം മെയ്ഡ് വൈൻ ഞാൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ മുമ്പ് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്, എനിക്ക് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ പലരും പല രീതിയിലാണ് ചെയ്യുന്നത്, പക്ഷെ ഞാൻ ചെയ്യുന്ന ഈ രീതിയിലാണ്. എനിക്ക് നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 കിലോയോ 2 കിലോയോ ആവശ്യാനുസരണം വീട്ടാവശ്യത്തിന് വേണ്ടി നമുക്ക് ഇതുപോലെ തന്നെ ഉപയോഗിക്കാം. പിന്നെ ക്രിസ്മസ് ആയിട്ട് ഇവിടെ മാത്രമല്ല, എനിക്ക് പുറത്തുനിന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേര് വൈനൊക്കെ കൊണ്ടുതരാറുണ്ട് വീട്ടിലുണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി പാർട്ട് 2 വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഇത് വൈൻ റെഡിയാവുന്ന വീഡിയോ ആയിട്ട്. ഓക്കെ, ബായ്.